വളരെ സന്തോഷമുണ്ട്, അഭിമാനം തോന്നുന്നു. രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബഹുനില മന്ദിരം ഉണ്ടായിരിക്കുന്നു, സ്വന്തമായ ആസ്ഥാനം ഉണ്ടായിരിക്കുന്നു. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിന് സൗകര്യപ്രദമായ ഒരു ഓഫീസാണ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കോട്ട്ല റോഡിൽ നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനിയായ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് തറക്കല്ലിട്ടത്. ഇപ്പോൾ UPA ചെയർപേഴ്സണാണ്. പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ എന്ന നിലയിൽ അവർ തന്നെ ഇന്ന് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് ഓരോ പാർട്ടി പ്രവർത്തനയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ് ഈ പുതിയ ഓഫീസ് കെട്ടിടത്തിന് ഉദ്ഘാടനം. 25ാമത്തെ ജന്മദിനത്തിലാണ് തറക്കല്ലിട്ടത്. ഇത്രയും നാൾ നീണ്ടുപോയതിനെ കുറിച്ച് അല്ല, അത് സ്വാഭാവികമായും ഇത്രയും വലിയൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ പല കാരണങ്ങളുണ്ടാകും. അതിന് ആവശ്യമായ ഫണ്ട്, കാരണം മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഡിലേ ആയിരിക്കണം. അതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും അല്പം വൈകുകയാണെങ്കിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം ഡൽഹിയിലെ കോട്ട്ല റോഡിലെ യാഥാർത്ഥ്യമാക്കിയതിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അകത്ത് സൗകര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പ്രവേശിച്ചിട്ടില്ല. ഇനി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാത്രമേ അകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായി ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഓഫീസിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ വ്യാപകമായിട്ട് പോസ്റ്റർ മൻമോഹൻ സിംഗ് ഭവൻ കൊണ്ട്, പക്ഷേ ഇന്ദിരാഭവൻ തന്നെ അതൊരു ആശയക്കുഴപ്പമുണ്ടോ അതിൽ? അല്ല, ഇന്ദിരാഗാന്ധി ഇത് നേരത്തെ തീരുമാനിച്ചതാണ്. ഇന്ദിരാഭവൻ എന്നുള്ള കാര്യം നേരത്തെ തീരുമാനിച്ചതായിരിക്കും. അതുകൊണ്ട് അതിൽ തെറ്റില്ല. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ലോകം ആരാധിക്കുന്ന ഇന്ദിരാജിയുടെ പേര് ആണ് ഈ ഭവനിട്ടിരിക്കുന്നത്. മറ്റ് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് അധ്യക്ഷന്മാരായ നേതാക്കളുടെയൊക്കെ പേരിടാൻ കഴിയുന്ന തരത്തിലുള്ള പല ഹാളുകളും പല സമ്മേളന ഇതിനകത്ത് തന്നെ കോൺഫറൻസുകളും മറ്റുമൊക്കെ ഉണ്ട്. എല്ലായിടത്തും അങ്ങനെയാണ്. പാർട്ടിയുടെ മൊത്തത്തിലൊരു പേര് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഓഡിറ്റോറിയവും അതിനകത്തുള്ള മറ്റിനും ഒക്കെ ഓരോ നേതാക്കന്മാരുടെ പേര് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളത്. അപ്പോൾ ഇന്ദിരാഭവൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇന്ദിരാഭവനാണ്. അതിനകത്ത് രാജീവ് ഗാന്ധി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ് പ്രത്യേകം ഓഡിറ്റോറിയം ഉണ്ട്, 500 പേർക്ക് ഇരിക്കാതെ. അതുപോലെ ഇവിടെയും ഈ പറഞ്ഞ പോലുള്ള പ്രമുഖരായ നേതാക്കന്മാരുടെ ഓർമ്മയ്ക്കായി വയ്ക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള പേര് കൊടുക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ ഓഫീസിനകത്തുണ്ടാകും. അതുകൊണ്ട് അതൊരു വിവാദമാക്കുകയോ വിമർശന വിധേയമാകേണ്ട കാര്യമല്ല. താങ്ക് യു.